തിരഞ്ഞെടുപ്പ് വർഷത്തിൽ മുന്നണിയുടെ രാഷ്ട്രീയ പോരാട്ടത്തിന് വിലങ്ങുതടിയാകുമെന്ന് കണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി കോൺഗ്രസ് ആവശ്യപ്പെട്ടത്. രാഹുലിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിലനിർത്തി മുന്നോട്ടു പോയാൽ ഇനിയും പരാതികൾ ഉയർന്നുവരും എന്നത് കൈവിടാൻ പ്രേരണയായി. രേഖാമൂലമുള്ള പരാതി ഇല്ലെങ്കിലും ഉയർന്നുവന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡ് സ്വീകരിച്ച കർശന നിലപാടാണ് രാഹുലിന്റെ ചീട്ട് കീറിയത്. KSUവിലൂടെ വളർന്നു വന്ന് യൂത്ത് കോൺഗ്രസിൽ എത്തിയതാണെങ്കിലും കഴിഞ്ഞ 5 വർഷത്തിനിടെ രാഷ്ട്രീയ ഗ്രാഫ് കുത്തനെ ഉയർത്തിയ നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഭാവി നേതാവെന്ന് കണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ളവർ നൽകിയ നിർലോഭമായ പിന്തുണയിലായിരുന്നു സീനിയോറിറ്റി മറികടന്നുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വളർച്ച. എന്നാൽ ജൈത്രയാത്ര തുടരുന്നതിനിടെ ഉണ്ടായ ആക്ഷേപങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വീഴ്ത്തിയത്. സംസ്ഥാന ഭരണം തിരിച്ചുപിടിക്കാൻ പാർട്ടിയും മുന്നണിയും കൈമേയി മറന്ന് പൊരുതുമ്പോൾ ഉയർന്നു വന്ന ആക്ഷേപം പുറക്കാൻ ആർക്കും കഴിയുമായിരുന്നില്ല. മുന്നണിയുടെ രാഷ്ട്രീയ സാധ്യതകൾക്ക് വിലങ്ങുതടിയാകുന്ന തിരിച്ചറിവിൽ നേതാക്കൾ നടപടിക്ക് മുതിരുകയായിരുന്നു. ഉയർന്നു വന്നിരിക്കുന്ന ഈ ആരോപണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ പാർട്ടി ഗൗരവതരമായി പരിശോധിക്കുക, അതിന് നടപടി സ്വീകരിക്കുക. ഞാൻ ആവർത്തിച്ച് പറയാണ്, അതിന് ഞാൻ തന്നെ മുൻകൈ എടുക്കും. പരാതി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അതിന്റെ വളർച്ച നിരീക്ഷിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് ഹൈക്കമാൻഡ് സ്വീകരിച്ച കർശന സമീപനവും രാഹുൽ മാങ്കൂട്ടത്തിന് വിനയായി. അതുവരെ പരാതിയില്ല തുടങ്ങിയ സാങ്കേതികത്വത്തിൽ തൂങ്ങി നിന്ന സംസ്ഥാന നേതൃത്വത്തെ രാഹുലിനെ കൈവിടാൻ പ്രേരിപ്പിച്ചത് ഹൈക്കമാൻഡ് നിലപാടാണ്. മുതിർന്ന നേതാക്കളും നടപടി വേണമെന്ന വാദത്തോടെ യോജിച്ചതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്തായി. പെട്ടെന്ന് വളർന്ന് പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ വെമ്പിയ യുവ നേതാവിന്റെ വീഴ്ച, വൻ വീഴ്ച. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.